ഇപ്പോൾ ഗ്യാസിനൊക്കെ ഭയങ്കര ക്ഷാമമല്ലേ. അപ്പോൾ എല്ലാവരും പല രീതിയിലാണ് കുക്കിങ്ങൊക്കെ. ചട്ടിക്കകത്ത് മണൽ നിറച്ച് റിങ് പോലൊക്കെ ഇറക്കി ഭയങ്കര ബുദ്ധിമുട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. അപ്പോൾ നമ്മൾ ചോറ് വയ്ക്കുന്ന കുക്കറിനകത്താണല്ലോ, ഞാൻ നേരത്തെ വീഡിയോ ഇട്ടായിരുന്നു, എന്നാലും ഒന്നും കൂടി കാണിച്ചിരിക്കാം. അപ്പോൾ നമുക്ക് ഈ ചെറുപയർ, പണ്ടൊക്കെ എൻ്റെ വീട്ടിലാണെങ്കിൽ തൂക്കുപാത്രമുണ്ട്, ചായയൊക്കെ പിടിക്കുന്ന പണ്ടത്തെ ഒരു തൂക്കുപാത്രമുണ്ട്. എൻ്റെ അമ്മയൊക്കെ ആഫീസിൽ കശുവണ്ടി ഫാക്ടറി ജോലിക്കൊക്കെ പോകുമ്പോൾ ആ തൂക്കുപാത്രത്തിലാണ് ചോറ് കൊണ്ടുപോകുന്നത്. ആ ഒരു തൂക്കുപാത്രം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു കാതും ഇങ്ങനെ പിടിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് മരത്തവി ഇട്ട് ചോറ് കലത്തിൻ്റെ മുകളിൽ വെച്ചായിരുന്നു, അടുപ്പിനകത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചായിരുന്നു ഇത് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നു. ഈ പരിപ്പ് ചെറുപയറൊക്കെ പെട്ടെന്ന് പുഴുങ്ങി പുട്ടിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ആക്കി വയ്ക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് അടുപ്പുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പപ്പണിയാണ് കേട്ടോ. എന്താണ്ടേ ഇതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രം, ചെറിയ പാത്രം കേട്ടോ, നല്ല മുറുക്കം വേണം. അടപ്പ് നല്ല മുറുക്കമുള്ള അടപ്പ്, നമ്മളെ കറിക്കൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ പയറെടുത്തിടാം. ഈ പയർ ഇതിലിക്കണം, ഇട്ടിട്ട് വെള്ളം എടുക്കണം. വെള്ളം ഇത്രയും നിറച്ചാൽ മതി. ഇനി അതിൻ്റെ കൂടെ ഉപ്പിടണം. ഉപ്പ് ഇട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ അടയ്ക്കണം. ഒട്ടും തുറന്നു പോകാത്ത രീതിയിൽ ടൈറ്റായിട്ട് അടച്ചിട്ട് നമ്മൾ ചോറ് വേവുന്നുണ്ടല്ലോ കുക്കറിനകത്ത്, ഇതിനകത്തോട്ട് ഇട്ടേക്കുക. അപ്പോൾ അരി വേവുമ്പം തന്നെ നമ്മുടെ ഈ ചെറുപയറും വേവും. അതേ കണക്ക് തന്നെ ഉരുളൻകിഴങ്ങ്, ചക്കക്കുരു, എന്ത് വേവിക്കാനുണ്ടെങ്കിലും ഇതേപോലൊരു പാത്രത്തിനകത്തിട്ട് ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. നമുക്ക് ചോറ് വേവുമ്പോൾ തന്നെ ഈ സാധനവും നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ എല്ലാവരും ഇന്ധന ലാഭത്തിന് ശ്രമിക്കുന്നവർ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇന്ധനവും ലാഭം, 2 കാര്യവും 3 കാര്യവും ഒക്കെ ഇതേ കണക്ക് ചെറിയ ചെറിയ പാത്രത്തിനകത്താക്കി വെച്ചിരുന്ന എളുപ്പം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി കുക്കർ അടച്ച് വെച്ചിരുന്ന് അപ്പോൾ കാണിക്കാൻ ഇനി പാടായിരിക്കും, കാരണം 5 വിസിലൊക്കെ കേട്ട് തണുത്തെടുക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ എടുക്കുമ്പോൾ നല്ല ചെറുപയർ നല്ല വെന്തിരിക്കും. ഇത് ഞാൻ കുക്കറൊക്കെ അടച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ചെറുപയർ ഈ അരി വേകുമ്പം തന്നെ നമുക്ക് ചെറുപയറും വെന്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തോരനും ആക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊക്കെ നമുക്ക് എളുപ്പം അമ്മമാർക്കൊക്കെ പറ്റുന്ന നല്ലൊരു എളുപ്പപ്പണിയാണിത്. നമുക്ക് എളുപ്പം മറ്റൊരു കുക്കറിനകത്തിട്ട് പയർ ഒരു 5-6 വിസിലിട്ട് ഗ്യാസ് കളയണ്ട. ഒപ്പം അരി വേകുമ്പോൾ അതിനൊപ്പം തന്നെ നമുക്ക് ചെറുപയറും വെന്ത് കിട്ടും. ഓക്കെ, അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.